ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി കൃഷിസ്ഥലം. നമുക്കിഷ്ടമുള്ള രീതിയിലുള്ള കൊച്ചു കൊച്ചു ചെടികളൊക്കെ ഞങ്ങൾ വെച്ച് ചെറിയ ചെറിയ രീതിയിൽ വിളവൊക്കെ എടുത്ത് ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം കൃഷിസ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് നാളായി ഒരുപാട് നമുക്ക് ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ഇതാണ് നമ്മുടെ പോംഗ്രനേറ്റ് മാതളം. അതിനങ്ങനെ കാന്താരിക്കകത്ത് ഒരുപാട് കുഞ്ഞു കാന്താരികളുണ്ട് വന്നിട്ടുണ്ട്. ഇത് റംബൂട്ടാൻ, പിന്നെ അതിനൊക്കെ ഒരുപാട് മരച്ചീനികൾ വെച്ചിട്ടുണ്ട്. വാഴയുണ്ട്, പേരയുണ്ട്, പിന്നെ നമുക്ക് കുറേ പ്ലാനുകളും ഉണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളൊരു അരമണിക്കൂർ വന്നിട്ട് ഡെയിലിയുടെ വെള്ളം ഒഴിക്കാറുണ്ട്, രാവിലെയോ വൈകിട്ടോ ഒക്കെ. ഓക്കെ, അപ്പം ബേസിക്കലി എൻ്റെ ഉമ്മയും അനിയത്തിയും കൂടിയാണ് നോക്കുന്നത്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇത് ഷെയർ ചെയ്യും. അതാണ് എൻ്റെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ വെള്ളം ഒഴിക്കാൻ വന്നു. ഞങ്ങൾ ആ പരിപാടിയിലോട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉമ്മി അവിടെ ഈ ഒരു മൂടേ ഉള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ പച്ചമുളക് കിട്ടും, നല്ല പച്ചമുളക്. അത് ഒരുപാടുണ്ടായിരുന്നു ആ ബോക്സ് നിറയെ. അതിനകത്ത് ആ ഒരു മൂട് പച്ചമുളകിൽ നിന്ന് പിച്ചിടാം മൊത്തം കേട്ടോ, ആ ചെടിയിൽ മാത്രം. പിന്നെ ഞങ്ങൾ മറ്റേ ചുമന്ന ചീര വെച്ചിട്ടുണ്ട്, ഉണ്ടായി വരിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരുപാട് വെയിലായി കഴിഞ്ഞാൽ ചീര വാടിപ്പോവും. അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു അത് ഇത്രയും വളർത്തിയെടുത്തത്. ഇനി ഷീറ്റ് ഇടണം, എന്നാലും അല്ലെങ്കിൽ ഒരുപാട് വെയിൽ ഡയറക്റ്റ് അടിക്കുമ്പോഴത്തേക്കും അത് വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോഴും പുള്ളിക്കാരി അതിൽ നിന്ന് പച്ചമുളക് പിച്ചിക്കൊണ്ടിരിക്കുക കണ്ടോ. ഞാൻ വീഡിയോ വീണ്ടും ഇട്ടതല്ല. ഈ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കറിയാം അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം. നമ്മൾ അതുകൊണ്ട് നട്ട് അത് കിളിച്ച് വന്ന് അതിലെ വിളവ് അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ വരുന്ന സാധനം അത് വരുമ്പോഴത്തേക്കും അത് പിച്ചിയെടുത്ത് അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഓക്കെ, അപ്പോൾ വേണ്ട ഇത് നമ്മുടെ അവിടുത്തെ പയറാണ്. പയറൊക്കെ നല്ല നീളം, ഒരുപാട് പയറുണ്ട്. എല്ലാ ദിവസവും വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു വീഴ്ക്കിനുള്ള പയർ അവിടെ നിന്ന് കിട്ടാറുണ്ട്. ഇവിടെ പേര ഞാൻ പൈപ്പ് അവിടെ ഇട്ടിട്ടായിരുന്നു കേട്ടോ, ഓസ് അവിടെ ഇട്ടിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ പോയത്. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ചീനിക്ക് നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നത് അറിയത്തില്ല, ചീനിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെയാണ്. അതുകൊണ്ട് നമുക്കൊരു ഫ്രഷ്നെസ് തോന്നും. നമ്മൾ ദിവസം നല്ലോണം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് തോന്നും. ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.